നമസ്കാരം. പാർട്ടിക്ക് ആൾബലം കൂട്ടാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന CPM നേതാക്കന്മാർ അങ്ങനെ വഴിയെ പോകുന്നവരൊക്കെ പിടിച്ച് പാർട്ടിയിലേക്ക് കയറ്റുന്നു. അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ള, അതായത് എന്ത് അടിപിടി കേസിലും തയ്യാറെന്ന് പറയുന്നവരെ പാർട്ടിയിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമം CPM നേതാക്കന്മാർ കുറച്ച് കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മന്ത്രി വീണ ജോർജ് അവരുടെ നേതൃത്വത്തിൽ നിരവധി 42ഓളം പ്രവർത്തകരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. കാപ്പ കേസ് പ്രതികളായ ചില പ്രവർത്തകരെ അതൊക്കെ വ്യക്തമാക്കിയിരുന്നത് പാർട്ടിക്ക് ഗുണ്ടാ സംഘത്തെയാണ് താല്പര്യം എന്നതാണ്. കാരണം ഇനി ആൾബലത്തേക്കാൾ കായിക ബലമുണ്ടെങ്കിൽ പലരെയും പേടിപ്പിച്ചെങ്കിലും പാർട്ടിക്ക് വോട്ട് നേടാമെന്നുള്ളൊരു കണക്കുകൂട്ടൽ ഒരു പക്ഷേ ഇവർക്ക് ഉണ്ടായിരിക്കണം. എന്തായാലും ഇത്തരം കണക്കുകൂട്ടലുകളൊക്കെ പാർട്ടിക്ക് പൊല്ലാപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വന്നത് മന്ത്രി വീണ ജോർജ് മാലയിട്ട് സ്വീകരിച്ച അതേ കാപ്പ കേസ് പ്രതികളെ കുറിച്ച്. ആ കാപ്പ കേസ് പ്രതി DYFI പ്രവർത്തകരെ ആക്രമിച്ചിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട്. അതായത് സ്വന്തം നാശത്തിനു വേണ്ടി തന്നെ അവർ പ്രവർത്തിക്കുന്നു എന്ന്. അടുത്തിടെ CPMൽ ചേർന്ന ഇഡ്ഡലി എന്ന് വിളിപ്പേരുള്ള ശരൺ ചന്ദ്രനാണ് ഇപ്പോൾ DYFI പ്രവർത്തകന്റെ തലയ്ക്കടിച്ച് പൊട്ടിച്ചിരിക്കുന്നത്. പത്തനംതിട്ട സ്വദേശി രാജേഷിനാണ് പരിക്കേറ്റത് എന്നതാണ് വിവരം. കഴിഞ്ഞ മാസം 29-നാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. വിവാഹ സൽക്കാര ചടങ്ങിനെത്തിയപ്പോൾ അവിടെ ഉണ്ടായ തർക്കത്തിൽ രാജേഷിനെ ബിയർ ബോട്ടിൽ കൊണ്ട് തലയ്ക്കടിച്ച് ആക്രമിക്കുകയായിരുന്നു. ഇയാൾ ഭീഷണിപ്പെടുത്തിയതോടെ കാറിൽ നിന്ന് വീണതാണെന്നാണ് രാജേഷ് ആദ്യം പോലീസിൽ മൊഴി നൽകിയത്. എന്നാൽ ശരൺ തന്നെ ആക്രമിച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി ഇയാൾ കഴിഞ്ഞ ദിവസം പോലീസിന് പരാതി കൈമാറി. ശരണിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ദുർബല വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് എന്നതാണ് ആരോപണം. വധക്കേസിലും കാപ്പ കേസിലും പ്രതിയായ ശരത് ചന്ദ്രൻ അടുത്തിടെയാണ് CPMൽ ചേർന്നത് എന്നത് ഇവിടെയാണ് ശ്രദ്ധേയം. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ചത്. ഇതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയതോടെ വൻ വിമർശനമാണ് ഉയർന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ പാർട്ടിക്ക് ആൾബലം കൂട്ടാൻ വേണ്ടി മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചില ആളുകളെ പാർട്ടിയിലേക്ക് കയറ്റി അന്ന് തുടങ്ങിയതാണ് വീണ ജോർജിന്റെ തലവേദന. വീണ ജോർജ് അവരെന്ന് പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ചോ അന്ന് മുതൽ ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. ആദ്യം അവർ കാപ്പ കേസ് പ്രതികളാണ്, പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള പല കുറ്റവാളികളുമാണ് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ട് വന്നപ്പോൾ അതിനെ ക്യാപ്സ്യൂൾ ഇറക്കിക്കൊണ്ട് തന്നെയാണ് ഈ വീണ ജോർജും ബാക്കിയുള്ള സഖാക്കന്മാരും രംഗത്തെത്തിയത്. അവർ തെറ്റുതിരുത്തി രംഗത്തേക്ക് വന്നവരാണ്. അവർ ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കോളും, തെറ്റുതിരുത്തുന്നവരെ നമ്മൾ അംഗീകരിക്കേണ്ടേ എന്നുള്ള ക്യാപ്സ്യൂളൊക്കെ ആയിരുന്നു വീണ ജോർജ് അന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ ഇതേ വീണ ജോർജിന്റെ നേതൃത്വത്തിൽ പാർട്ടിയിലേക്ക് സ്വീകരിച്ച ഈ പ്രവർത്തകരുടെ പേരിലുള്ള പൊല്ലാപ്പുകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ തെറ്റുതിരുത്തിയാണ് ഈ പ്രവർത്തകരൊക്കെ ഇപ്പോൾ പാർട്ടിയിലേക്ക് കയറിയത് എന്ന കാര്യം ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതോടെ വ്യക്തമാകുകയാണ്. കാരണം വീണ ജോർജ് മാലയിട്ട് സ്വീകരിച്ച ആ പ്രവർത്തകർ അവർ ആക്രമിച്ചിരിക്കുന്നത് മറ്റൊരു പാർട്ടിയിലെ ആളുകളെയോ അല്ലെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ അപ്പുറത്തുള്ള ഒരു വ്യക്തിയെയോ അല്ല, സ്വന്തം പാർട്ടിയിലുള്ള സ്വന്തം സഖാക്കന്മാരെ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. എലിയെ പേടിച്ച് ഇല്ലം ചുട്ട അവസ്ഥയായിരിക്കുകയാണ് ഇപ്പോൾ വീണ ജോർജിന്. പാർട്ടിക്ക് വേണ്ടി പാർട്ടിയെ അംഗബലം കൂട്ടി ശക്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളൊക്കെ താനെ തോൽക്കുകയാണ് എന്ന് തന്നെയാണ് ഇത്തരം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്.